ഇതെന്താ മരിക്കേണ്ട ഒരു ആവശ്യമില്ല. ദീപക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബസ്സിൽ ആ പ്രശ്നം ഉണ്ടായി മരിച്ച ചങ്ങായിയുടെ പേരാണ് ദീപക് എന്ന് പറയുന്നത്. മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്നാണ് ഈ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ഇവൻ പറയണത് നമുക്ക് കേൾക്കാം. കാരണം വെച്ചാല് ഇങ്ങനൊരു സംഭവം ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, പോലീസ് അറസ്റ്റ് ചെയ്താൽ റിമാൻഡിൽ പോകുമ്പോൾ ജാമ്യത്തിലെടുക്കാനൊക്കെ ഇപ്പൊ ഇവിടെ മെൻസ് അസോസിയേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അവർ ഓൾറെഡി ഈ വീഡിയോക്കെതിരെ അവര് ഇത് ആണെന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാടാ. ബെയ്റ്റാക്ക് മറ്റേ വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ മരിക്കുന്നത്. അതേസമയം ഇയാൾ ജീവിച്ചിരിക്കുവായിരുന്നു എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഭയങ്കര ചർച്ചയും ബഹളവും. കേസായാൽ തന്നെ ജാമ്യത്തിലെടുക്കാൻ ഒരുപാട് ആളവിടെ എത്തും. ഇത്രയും സൈബർ അറ്റാക്ക് നടത്തുന്ന ആൾക്കാരും അയാളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. മനസ്സിലായോ? അവിടെ എത്തിക്കഴിഞ്ഞതിന് അതുപോരാത്തതിന് ഇനി അത് അകത്ത് പോയെന്ന് വിചാരിച്ചു. അകത്ത് പോകുന്ന ഒരു കാര്യം, പോയാൽ ഇറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിച്ച് ഒരു സോഷ്യൽ മീഡിയ ഫെയിമാക്കി മാറ്റി കൊടുക്കും. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് അയാൾക്ക് മിസ്സായത്. പിന്നെ ഇയാൾ അകത്ത് പോകേണ്ടി വരത്തില്ല. കാരണം ഇവിടെ അകത്ത് രാഹുൽ ഈശ്വർ ഉള്ളപ്പോ എന്തിനാ ഗർഭത്തിനകത്ത് പോയി. ഇനി ഇവനെങ്ങാനും എന്തിനും ചെയ്താലും ബസ്സെ പീഡിപ്പിച്ചാലും രാഹുൽ ഈശ്വറുണ്ട് ഇവിടെ. ഇവനൊക്കെ എന്ത് ചെയ്താലും ബസ്സിൽ പീഡിപ്പിച്ചാൽ രാഹുൽ ഈശ്വർ ഉണ്ട് ഇവിടെ. രാഹുൽ ഈശ്വർ ഇവന്റെ അപ്പനാണല്ലോ. നാട്ടുകാർ ചെയ്യണ എല്ലാ അപരാധത്തിനും കയറിപ്പോയി. ഒരുത്തൻ മരിച്ച് കഷ്ടപ്പെട്ട് അവന്റെ കുടുംബത്തിന് ആ നഷ്ടം സഹിച്ച് അവർ അത്രയും വേദനയോടെ ഇരിക്കുന്ന സമയത്ത് അവന് സന്തോഷം, അവന് ഭയങ്കര സന്തോഷം. ചെകുത്താനം എന്ന് പറഞ്ഞാൽ ഈ നാരിക്ക് ഭയങ്കര സന്തോഷമാണ് പോലും. കാര്യം എന്തെന്നറിയാമോ? ആരെ മെൻസ് കമ്മീഷന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും രാഹുൽ ഈശ്വർ ജയിലിൽ പോകും. കാരണം ഇവൻ നാളെ ഒരു എന്നെ കൊണ്ട് പറയിക്കൽ, ഇവൻ നാളെ ഒരു ഇത് ഉണ്ടാക്കിയാലും രാഹുൽ ഈശ്വർ ജയിലിൽ പോകും എന്നാണ് ഇവൻ പറയണത്. മനസ്സിലായ? ഇവിടെ അവന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട് അത്രയും സങ്കടപ്പെട്ട് എല്ലാവരും ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവൻ പറയണത് ആര് പീഡിപ്പിച്ചാലും ജയിലിൽ പോവാൻ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ. പിന്നെ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇനിയെങ്കിലും വേണോടാ. അത് രൂപീകരിക്കാൻ നടക്കണവരെ പറയേണ്ട അവകാശം നിനക്കില്ല. മനസ്സിലായ? ഇവനത് ഒരു കമ്മീഷനും ഇല്ല. ഇവനൊക്കെ അന്വേഷിച്ച് അറിയാം. ഇവനൊക്കെ വല്ല ഞരമ്പൻ കമ്മീഷനിലും കാണും. ഇവന്മാരൊരു സമുദായ കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ ഞരമ്പൻ കമ്മീഷന്റെ. ഇതൊന്ന് വായിച്ചു നോക്കിയേ. നന്നായി കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ. ഈ മരണത്തിലൂടെ എങ്കിലും ബസ്സിൽ അതിക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതെ ഇരിക്കുക. ഇനിയെങ്കിലും ബസ്സിൽ കൈയും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കൈയും കാലും അടക്കി വെക്കുക. സന്തോഷം. കണ്ണട വെച്ചവള് തന്നെയാണ് ഇവള് തന്നെയാണ് ആ കണ്ണട വെച്ചവള്. ഇവളെ കുറിച്ചാണ് എനിക്കൊന്ന് സംസാരിക്കാനുള്ളത്. ഇവിടെ ഒരുപാട് വീഡിയോസ് ഉണ്ടോ, പക്ഷെ ഇവിടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടല്ല മുത്തേ. ഇവിടെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവളൊന്ന് നോക്കി വെച്ചോ. ഇവളൊന്ന് നോക്കി വെച്ചോ. ശ്രീലക്ഷ്മി അറക്കൽ ഇവളെ ഞാൻ കാണിച്ചുതരാം. ഇവളെന്നൊക്കെ പറഞ്ഞല്ലേ, ഇവളൊക്കെയാണ് യഥാർത്ഥ ഫെമിനിസ്റ്റ് എന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് പെൺവശം, ഞാൻ അങ്ങനെ പറയുള്ളൂ. അത്രയും വലിയ പെൺവശം എന്ന് പറഞ്ഞാൽ ഇവളൊക്കെയുണ്ട ഓരോ പെണ്ണുങ്ങളെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് ഓരോ ആൾക്കാരെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ച് ബാക്കിൽ നിന്ന് സുഖം എടുക്കണ ഒരു ടീമുണ്ടല്ല, അത് ഇവളെ പോലെ ഉള്ളവരാണ്. കാരണം എന്താണെന്നറിയാമോ? അത്രയും അറപ്പും വെറുപ്പുമാണ് ഈ നായിൻ്റെ. രാവിലോട്ട് എൻ്റെ ഇതിൽ ഞാൻ കുറേ വീഡിയോ ഇവളെ കണ്ട് മനസ്സിലായി. അവർക്കെതിരെ പറയണ ഇവക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യണം പോലും. മറ്റേ ജയിലിൽ കിടക്കല്ലേ, അവളെ പ്രൊട്ടക്ട് ചെയ്യണം പോലും. എന്നിട്ട് ഇങ്ങനെ കാണിക്കണവൻ ദീപക് എന്ന് പറഞ്ഞ സഹോദരൻ ഇത് ചെയ്തത് തന്നെ ശരിയെന്നാണ് ഇവള് പറയണത്. മനസ്സിലായ? ഇവള് പറയണത് ഇവൻ ചെയ്തത് തന്നെ ശരിയാണെന്നാണ്. നിങ്ങൾക്ക് എന്താ തോന്നണ? നിങ്ങൾക്ക് എന്താ തോന്നണ? എടാ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ കുറിച്ച് സംസാരിക്കുക തന്നെ വേണം. മനസ്സിലായ? ഇതേ കണക്ക് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത് കാണുന്ന നിനക്കൊരവസ്ഥ വരുമ്പോൾ നീ ഇത് കണക്ക് മൂടിക്കെട്ടി മിണ്ടാതിരിക്കേണ്ടി വരും. ഇത് കണക്കുള്ള തീവ്രമായിട്ടുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതി കൊണ്ടു നടക്കണം നായിൻ്റെ മക്കൾക്കെതിരെ. മനസ്സിലായ? അതുകൊണ്ട് തന്നെയാണ് പറയണത്. കേൾക്കണമെന്നുള്ളവർ മാത്രം മതി. ഇത് രാവിലോട്ട് ഞാൻ എൻ്റെ ഫീൽഡിൽ കണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയണത്. പറ. പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ആ വീഡിയോ തന്നെ ക്ലിയർ ആണ്. ഒന്നും ചെയ്തിട്ടില്ല. വെറും ഊമ്പിയ റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത
പൂറത്തരമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഞാൻ പറയുള്ളൂ. വെറും റീച്ചിന് വേണ്ടി കാണിച്ച പൂറത്തരം. ഇവളെന്തിനാ ഈ കണ്ണാടി വെച്ച് ഈ റാബിറ്റ് വലിയ എന്തിനാ ഇപ്പൊ നടക്കണ? ഈ റാബിറ്റ് വലിയ എന്തിനാ ഇപ്പൊ നടക്കണ? ഊമ്പിയ റീച്ച് ഉണ്ടാക്കാൻ, ഈ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവളിപ്പോ നടക്കണത്. എന്നിട്ട് അവള് മറ്റേ പോസ്റ്റ് ഇട്ടേക്കണം. അവർക്കെതിരെ ഒരുപാട് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി രണ്ട് ഫെമിനിസ്റ്റുകളാ ഇപ്പൊ പറഞ്ഞില്ലേ, അവള് ഇതിനെയും കാട്ടി വലിയ ഫെമിനിസ്റ്റിയാ. രണ്ടെണ്ണം കൂടെ മറ്റേ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റുഡിയോ വന്നിരുന്ന അപരാധം പറയുന്ന ഇറങ്ങിയിട്ടുണ്ട് അവള്. സ്ത്രീയുടെ പേര് പറയാതിരിക്കുക. അവളെ പേര് പറയാൻ പറ്റൂല, മനസ്സിലായ? അവളെ പേര് പറയാൻ പറ്റൂല. കാരണം അവളെ വിളിക്കണോന്ന് ഇവള് പറയണേന്ന് പറഞ്ഞാൽ ഇവര് പറയണ ഈ റാബിറ്റ് വല്ലി പറയണെന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ പോയില്ലേ, ഒരുത്തന്റെ മരണത്തിന് കാരണമായി ജയിലിൽ പോയി അവളെ പറയണോന്ന് എന്ത് പറയണോന്ന് അതിജീവിതാന്ന് വിളിക്കണോന്ന്. വിളിക്കേണ്ട കാര്യമുണ്ടോ? എടാ, ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ അത്രയും വലിയ നടനായിട്ടുള്ള ദിലീപ് പോലും ജയിലിൽ പോയ ഒരു നാടാണ് നമ്മുടെ നാട്. മനസ്സിലായോ? നമ്മൾ നിന്നിട്ടുണ്ട്. ഈ റാബിറ്റ് വലിയ ദിലീപിനെ കുറ്റം പറയണ്ടേ? കണ്ട് ദിലീപ് ഒരു ജയിലിൽ പോയ നാടകം നമ്മളത്. മനസ്സിലായ? അപ്പൊ നമ്മൾ നിന്നു, അതിജീവിതയുടെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്. ഇന്നും ഒരു മാറ്റവും ഇല്ല. അതിജീവിത എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. മനസ്സിലായ? അത് അവരെ നമ്മൾ അതിജീവിത എന്ന് എന്നെ വിളിക്കണോടാ. പക്ഷെ ഈ നായിന്റെ അവരെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പേര് പറയാൻ പറ്റൂലെന്ന്. എന്നാൽ ഈ കേസിലെ അതിജീവിതയെ കുറിച്ച് പറയൂ. അതിജീവിത അവള് ഇത്രയും തെറ്റ് ചെയ്ത് കിടപ്പുണ്ട്, ജയിലിൽ പോയി കിടപ്പുണ്ട്. ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിരുന്ന് കഞ്ഞിയും പയറും കുടിച്ചോണ്ടിരിക്കണം. അവള് കഞ്ഞിയും പയറൊന്നും അല്ല, നല്ല മൂക്കുമുട്ട തിന്ന് ബളിയും വിട്ട് കിടക്കണായിരിക്കും സെല്ലിന്റെ അകത്ത്. മൂക്കുമുട്ട തിന്ന് സാലറി ഇപ്പൊ സാലറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. അകത്തുപോയി കിടപ്പുണ്ട് അന്തസ്സായിട്ട്. അതും അന്തസ്സെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ്. മനസ്സിലായി? അതും അന്തസ്സെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ്. കേസൊന്നും വന്നാൽ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വാർത്താനം സംസാരിച്ച് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ പോയി കിടന്നോളാം. എനിക്കൊരു കുഴപ്പമില്ല. മനസ്സിലായി? ഇങ്ങനെയുള്ള കുറ്റവാളിച്ചികൾ പോയി കിടക്കുന്നുണ്ടല്ലോ, കേസ് ഉണ്ടാക്കി പോയി കിടക്കുന്നുണ്ടല്ലോ, മൂക്കുമുട്ട തിന്ന് ബളിയും വിട്ട് പോയി കിടക്കുന്നുണ്ടല്ലോ. ഇതിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ നാളെ പോയി കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കിടന്നിരിക്കും. മനസ്സിലായ? അവിടെ പോയി കിടന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ കിടക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ഈ ഒരു കാര്യത്തിൽ ജീവൻ പോയാലും പുള്ളിയുടെ ഒപ്പം തന്നെയാണ്. മനസ്സിലായ? പുള്ളിയുടെ കുടുംബത്തിന്റെ ഒപ്പം തന്നെയാണ്. അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എന്ത് വന്നാലും അത്രേ ഉള്ളൂ. ഇനിയുണ്ടാ ഈ റാബിറ്റ് വല്ലിയുടെ അപരാധം, ഇനിയുണ്ടാ കുറെ രാവിലോട്ട്. അടുത്തുണ്ട്. ഇതൊരു സീരീസ് കണക്കാണ്. റാബിറ്റ് വല്ലി 1, 2, 3 പറഞ്ഞ് ഇതങ്ങ് പൊയ്ക്കോളും. മനസ്സിലായ? മനുഷ്യനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്, പ്രേതമാണ് കൂടുതൽ പ്രതികരിക്കുന്നത്. ഇവളെ തന്റെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. അയാൾ അന്ന് അത് തുടച്ചു കളഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ റാബിറ്റ് വല്ലി ഇന്ന് ഇവിടെ ഇത് കണക്ക് ഇന്ന് കുറയ്ക്കൂലായിരുന്നു. ദിലീപിനെ പോലെയുള്ള ആൾക്കാർ എന്തിനു പേടിക്കണേ? അയാൾ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടെന്നുണ്ടെങ്കിൽ പോലും അയാൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായ? അയാൾ എന്തിനാ മോളെ നീ പേടിക്കണത്? അയാൾ എന്താ നിനക്ക് പൈസ തന്നില്ലേ? അതേ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ലേ? അയാൾ എന്തിനാ പേടിക്കണം? അയാൾ രാത്രി ഇരുട്ടത്ത് മോളെ വീടിന്റെ അവിടെ വന്നിരുന്ന് പേടിപ്പിച്ചാ? ദിലീപിനെ പേടിക്കണം പോലും റാബിറ്റ് വല്ലി. മനുഷ്യനെയാണോ പേടിക്കേണ്ട, പ്രേതത്തിനെയാണോ പേടിക്കേണ്ടത്? ദിലീപിനെ പേടിക്കണമെന്ന്. ഇത് കണക്കുള്ള കുറെ മാധ്യമങ്ങളും ഉണ്ട്. മനസ്സിലായ? ഇവളെയൊക്കെ ഇതെടുക്കാൻ വേണ്ടിട്ട് കുറെ മാധ്യമ പടം അവിടെ പോയി നിപ്പുണ്ട്. ഇവിടെ ഇറങ്ങി വരണതും കാത്ത് അവന്മാർക്കും ഉണ്ട്. അവന്മാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പറ ഓരങ്ങനെ എടുത്തുകൊണ്ട് ഇവളുടെ തനി സ്വഭാവം പുറത്ത് വന്നില്ല. എടാ, ഇവളെ തനി സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായ? ഇവളെ ഫ്രണ്ടിലത്തെ രണ്ട് ഇവളെ ഫ്രണ്ടിലത്തെ രണ്ട് ആ പല്ല് കണ്ടാലും മതി. അത് കണ്ടാൽ ഒരാണിന്റെ സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഇഷ്ടമല്ലാത്ത ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ആണുങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ആണുങ്ങളെ തന്നെ വലിയ വെറുപ്പാണ്. ആണെന്ന് പറയുന്ന വിഭാഗത്തിന് അവള് വെറുപ്പാണ്. അവള് ഒരാളെ ഇന്നേ വരെ അവള് കണ്ടിട്ടുമില്ല. ആ ആണുങ്ങളെ കാണുമ്പോഴത്തേക്ക് അവൾ അവിടെ ഒരു ബസ്സിൽ ഒരു ആണുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകും. മനസ്സിലായി? ഇവക്ക് തിരുവനന്തപുരത്തും കൊച്ചി വരണമെന്നുണ്ടെങ്കിൽ ഇവൾ അവിടെ നടന്നു പോകും. ആണുങ്ങൾ അവൾ അത്രയ്ക്ക് വെറുപ്പാണ്. തന്റെ വെറുപ്പാണെന്ന് പറയാത്ത ഭാഗ്യം. പറ
ആരാ ചോദിക്കുന്നത്? ഒരു ആണല്ല ചോദിക്കുന്നത്. അവരുടെ അടുത്ത് പറയാ എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല, എനിക്ക് 2 ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് തരൂ, എനിക്ക് 2 ക്യാരറ്റ് തരൂ. മായിന്റെ മോള് കണ്ണാടി ഭയങ്കര റേറ്റ് ആണ് ഇപ്പൊ, പറയല. ക്യാരറ്റിനെ വെറുതെ ഇല്ലല്ലോ, ക്യാരറ്റിനില്ല, നമ്മള് ക്യാരറ്റിനെ പറയാൻ പാടില്ല, തിന്നണ സാധനത്തിനെ കുറിച്ച് പറയാൻ പാടില്ല. ഒരാളാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ഞാൻ ലെസ്ബിയൻ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ ലെബനീസ് ആയിരുന്നെങ്കിൽ കൊള്ളാന്ന്. നീ എന്ത് പറയെങ്കിലും ആവും, നീ എന്ത് പറയോ ആവും, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ലെസ്ബിയനാ എന്ത് ബൈസെക്ട് എന്ത് വേണോ ആവും, അത് നിന്റെ ഇഷ്ടമാണ്. അതെന്തായാലും ഇവിടെ നമ്മളടുത്ത് പറയണം. എനിക്ക് ആണുങ്ങളെ ഇഷ്ടമില്ല, പക്ഷെ എന്നാലും എനിക്ക് ചില ആണുങ്ങളെ കാണുമ്പോൾ ക്രഷ് തോന്നും. അതിന്റെ പേരാണ്, അതിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടല്ല മോളെ, അതിന്റെ പേര് അങ്ങനെ തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം മോള്. ചികിത്സ വേണം. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കയറി കിടന്നോ, മനസ്സിലായ? ഇല്ലെങ്കിൽ നൂല് കെട്ടിയിട്ട് വലിച്ചോ, തീരുന്ന് മാറി കിട്ടും. ഇത് തീരൂലേടാ, ഇത് തീരൂലേ. ദിവസമാണ് കളങ്കാവില് കൈകൊണ്ടപ്പോ ഞാൻ എനിക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം, എന്റെ അച്ഛന്റെ കഥാപാത്രം, മീൻസ് എന്റെ ഫാദർ അങ്ങനെയാണ്. മമ്മൂട്ടിയുടെ കലങ്കാവലിലെ കഥാപാത്രത്തിന് ഇവിടെ അച്ഛനും തമ്മിൽ എന്ത് ബന്ധം? ഇവിടെ അച്ഛനെ ഓർമ്മ വരെ എന്ത്? ഇവിടെ അച്ഛൻ ആ സിനിമ ഡയറക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ അത് എഴുതിയത്? എന്താ ഇത് തമ്മിൽ എന്താ ബന്ധം? എന്താ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരു മാരേജ് ഉണ്ടായ ഒരാളാണ് ഞാൻ. ഇനി ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല, ഇവിടെ പറഞ്ഞ ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാരും കേട്ടാ ഇത്രയും നേരം അറിയാതെ നിന്നെ ഇത്രയും നേരം ഞാൻ കുറ്റം പറഞ്ഞു പോയി. എന്റെ അടുത്ത് നീ ക്ഷമിക്കണം. അറിയാതെ ഞാൻ നിന്നെ ഇത്രയും നേരം കുറ്റം പറഞ്ഞു പോയി. കേട്ടല്ല, ഞാൻ മാത്രമല്ല, നിങ്ങൾ കേട്ടില്ല. മീൻസ് എന്റെ ഫാദർ അങ്ങനെയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരു മാരേജ് ഉണ്ടായ ഒരാളാണ് ഞാൻ. അന്തസ് ഇതാണ് ഏറ്റവും ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന കാര്യ. പിന്നെ അന്തസ് എന്താ അന്തസ്സോടുകൂടിയാണ് പറയുന്നത്. കിട്ടിയല്ലോ. ഇത് തമ്മിൽ എന്താ നിങ്ങൾക്ക് തോന്നണം? ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നണം? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണം മുത്തേ? ഇത് കണ്ടിട്ട് എന്താ തോന്നണം? ഒരച്ചി വാർത്ത നടക്കും, ഒരച്ചില് മെഴുകൊഴിച്ച് വാർത്ത എടുത്തത് കണക്ക്. പാവം എനിക്ക് തോന്നണേ മുയലിനും കൂടെ ചീത്ത പേരാണ് ഈ മുയലിനെയൊക്കെ പറഞ്ഞ ആനിമൽ. ഇനി നാളെ ആനിമൽ അവരെ സംരക്ഷണത്തിൽ നിന്ന് എനിക്ക് വല്ല കേസും വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. മുയലിനെ പറഞ്ഞുകൊണ്ട് സാറേ നിങ്ങൾ ക്ഷമിക്കണം, മുയലെ ക്ഷമിക്കണം എൻ്റെ അടുത്ത്, കാരണം ഈ നായിന്റെ മോളെ ഉപമിക്കാൻ എനിക്ക് ഈ പല്ലല്ലാതെ വേറെ മാച്ചിങ് ആയിട്ട് ഒരു പല്ല് കിട്ടിയില്ല, എൻ്റെ അടുത്ത് ക്ഷമിക്കണം. മൊയലിന്റെ അസോസിയേഷന്റെ ലീഡർ ഞാൻ ഒന്നും വരില്ല, ഒരു പ്രശ്നം മേടിക്കണ്ട. അപ്പൊ ഇസ്മയിൽ ഏറ്റിട്ടുണ്ട്, അപ്പൊ അതിൽ നമുക്ക് പ്രശ്നമില്ല. ഫോക്സോ കേസ് ഒന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമാണ്. അപ്പൊ ഗൈസ് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവളെ കാര്യമാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇവളെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവളെ കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക, മനസ്സിലായ? ഈ റാബിറ്റ് വലിയ ആരും മറക്കല്ല്. ഓക്കെ.